പണ്ട് ഭാരതത്തിൽ ദീക്ഷിതർ എന്നു പേരുള്ള അറിവുള്ള ഒരു ബ്രാഹ്മണൻ ജീവിച്ചിരുന്നു. അദ്ദേഹത്തിന് ഗുണനിധി എന്നു പേരുള്ള ഒരു മകനുണ്ടായിരുന്നു. പേര് സൂചിപ്പിക്കുന്നത് പോലെ ഗുണങ്ങളുടെ നിധിയായിരുന്നില്ല അവൻ. ചെറുപ്പം മുതലേ ദുശീലങ്ങൾക്കടിമപ്പെട്ട ഗുണനിധി ചൂതാട്ടത്തിലും മോഷ്ടിക്കലിലും ലഹരിയിലുമൊക്കെയാണ് സന്തോഷം കണ്ടെത്തിയിരുന്നത്. മകന്റെ പോക്കിൽ മനംനൊന്ത ദീക്ഷിതർ ഒടുവിൽ അവനെ വീട്ടിൽ നിന്നും പുറത്താക്കി. കയ്യിൽ ഒന്നുമില്ലാതെ വിശപ്പും ദാഹവും സഹിക്കവയ്യാതെ ഗുണനിധി കാടുകളിലൂടെയും ഗ്രാമങ്ങളിലൂടെയും അലഞ്ഞു തിരിഞ്ഞു. ഒടുവിൽ ഒരു സായാഹ്നത്തിൽ അവൻ ഒരു ശിവക്ഷേത്രത്തിന്റെ മുന്നിലെത്തി. അന്ന് ശിവരാത്രിയായിരുന്നു. ക്ഷേത്രത്തിൽ ഭക്തർ ധാരാളം ഉണ്ടായിരുന്നു. അവർ ഭഗവാന് അർപ്പിക്കാനായി കൊണ്ടുവന്ന പലഹാരങ്ങളും പഴങ്ങളും കണ്ടപ്പോൾ വിശന്നു പൊരിഞ്ഞ ഗുണനിധിയുടെ ഉള്ളിൽ മോഹമുദിച്ചു. എങ്ങനെയെങ്കിലും ആ ഭക്ഷണം മോഷ്ടിക്കണം എന്നതായിരുന്നു അവന്റെ ലക്ഷ്യം. രാത്രിയായി. ഭക്തരെല്ലാം ശിവകീർത്തനങ്ങൾ പാടി ഉറക്കമിളച്ചിരിക്കുകയാണ്. ഗുണനിധി അവർക്കൊപ്പം കൂടി. സത്യത്തിൽ അവൻ ഉറക്കമിളച്ചത് ഭക്തി കൊണ്ടായിരുന്നില്ല, മറിച്ച് എല്ലാവരും ഒന്ന് ഉറങ്ങിക്കിട്ടിയാൽ ഭക്ഷണം മോഷ്ടിക്കാമല്ലോ എന്നോർത്തായിരുന്നു. അർദ്ധരാത്രി കഴിഞ്ഞപ്പോൾ ക്ഷീണം കൊണ്ട് പലരും മയക്കത്തിലേക്ക് വീണു. ഈ സമയം നോക്കി ഗുണനിധി പതുക്കെ ശ്രീകോവിലിന് അടുത്തേക്ക് നീങ്ങി. അവിടെ ഭഗവാന്റെ മുന്നിൽ കത്തിച്ചിരുന്ന വിളക്കുകൾ എണ്ണ തീർന്ന് അണയാൻ തുടങ്ങുകയായിരുന്നു. ചുറ്റും ഇരുട്ട് പടർന്നാൽ തനിക്ക് ഒന്നും കാണാൻ കഴിയില്ലെന്നും മോഷ്ടിക്കുന്നത് ആരെങ്കിലും കണ്ടുപിടിക്കുമെന്നും അവൻ ഭയന്നു. വെളിച്ചം കിട്ടാനായി അവൻ തൻ്റെ വസ്ത്രത്തിൻ്റെ ഒരറ്റം കീറി ഒരു തിരിയുണ്ടാക്കി. എന്നിട്ട് അണയാൻ പോയ വിളക്കിലെ എണ്ണയിലേക്ക് ആ തിരിയിട്ട് വെളിച്ചം നന്നായി തെളിയിച്ചു. ആ വെളിച്ചത്തിൽ അവൻ അവിടെയിരുന്ന നൈവേദ്യം എടുത്ത് പുറത്തേക്ക് ഓടാൻ ശ്രമിച്ചു. എന്നാൽ നിർഭാഗ്യവശാൽ ക്ഷേത്രത്തിലെ കാവൽക്കാർ അവനെ പിടികൂടുകയും ആ സംഘർഷത്തിനിടയിൽ ഗുണനിധി കൊല്ലപ്പെടുകയും ചെയ്തു. മരണശേഷം അവന്റെ ആത്മാവിനെ കൊണ്ടുപോകാൻ യമദൂതന്മാർ എത്തി. എന്നാൽ പെട്ടെന്ന് അവിടെ പ്രകാശപൂർണമായ വിമാനത്തിൽ ശിവദൂതന്മാരും പ്രത്യക്ഷപ്പെട്ടു. ഗുണനിധിയെ തങ്ങൾക്ക് വിട്ടുതരണമെന്ന് അവർ ആവശ്യപ്പെട്ടു. പാവിയായ ഇവനെ എങ്ങനെയാണ് ശിവലോകത്തേക്ക് കൊണ്ടുപോകുന്നത് എന്ന് അത്ഭുതപ്പെട്ട യമദൂതന്മാരോട് ശിവദൂതന്മാർ ഇങ്ങനെ പറഞ്ഞു: ഇവൻ ചെയ്തത് പാപങ്ങളാണെങ്കിലും ശിവരാത്രി നാളിൽ അറിയാതെയാണെങ്കിലും ഇവൻ ഉറക്കമിളച്ചു. വിശപ്പ് സഹിച്ചതുകൊണ്ട് അത് ഉപവാസമായി മാറി. എല്ലാറ്റിലുമുപരി ഭഗവാന്റെ മുന്നിൽ അണയാൻ പോയ വിളക്കിനെ സ്വന്തം വസ്ത്രം കൊണ്ട് അവൻ തെളിയിച്ചു. ആ ഒരു പുണ്യം അവന്റെ ജീവിതത്തിലെ എല്ലാ പാവങ്ങളെയും ഇല്ലാതാക്കിയിരിക്കുന്നു. ശിവഭഗവാന്റെ കാരുണ്യത്താൽ ഗുണനിധിക്ക് മോക്ഷം ലഭിച്ചു. പുരാണങ്ങൾ പറയുന്നത് പ്രകാരം ഈ ഗുണനിധിയാണ് അടുത്ത ജന്മത്തിലെ കലിംഗ രാജാവിന്റെ മകനായി ജനിക്കുകയും പിന്നീട് തൻ്റെ കഠിനമായ തപസ്സിലൂടെ ഭഗവാൻ ശിവന്റെ ഉറ്റ സുഹൃത്തായി മാറി കുബേരൻ എന്ന പദവി അലങ്കരിക്കുകയും ചെയ്തത്.